വീണ്ടും കയ്യടി ശബ്ദം മുഴങ്ങി. മേഘ അഹങ്കാരത്തോടെ സ്റ്റേജിലേക്ക് കയറി. മേഘ സ്റ്റേജിൽ കയറിയ ഉടനെ തന്നെ രൂപയുടെ കയ്യിൽ നിന്നും മൈക്ക് തട്ടിയെടുത്തു. മേഘ അഹങ്കാരം നിറഞ്ഞ സ്വരത്തിൽ ആ സ്റ്റേജിൽ നിന്നും മൈക്കിൽ സംസാരിക്കാൻ തുടങ്ങി. താങ്ക് യു എവ്രിവൺ. പാവപ്പെട്ടവരെ സഹായിക്കുക എന്നത് എപ്പോഴും എന്റെ മുൻഗണനയിലുള്ള ഒരു കാര്യമായിരുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നറിയില്ല, കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഞാൻ ഒരുപാട് ചാരിറ്റി ഹെൽപ്പുകൾ ചെയ്യുന്നുണ്ട്. ശ്രാവണന് ഈ നുണകളൊക്കെ കേട്ട് ദേഷ്യം ഇരച്ചു കയറുന്നുണ്ടായിരുന്നു. ഇതേ സമയം രൂപ മേഘയുടെ കയ്യിൽ നിന്നും മൈക്ക് തിരികെ വാങ്ങാൻ ശ്രമിച്ചുവെങ്കിലും അവൾ മൈക്ക് തിരികെ നൽകാതെ തന്നെ സംസാരം തുടർന്നു. ആളുകളെ സഹായിക്കുക എന്നത് എനിക്ക് വലിയൊരു കാര്യമായി തന്നെ തോന്നുന്നുണ്ട്. ആളുകൾ വീണ്ടും കൈയടിച്ചു. രൂപ ഇതേ സമയം മേഘയുടെ കയ്യിൽ നിന്നും മൈക്ക് തിരിച്ചു മേടിച്ച് ബാക്കി സംസാരിക്കാൻ തുടങ്ങി. ഇനി ഞാൻ വിളിക്കാൻ പോകുന്നത് ഡൊണേഷനിൽ 1ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന സ്റ്റുഡന്റിനെയാണ്. അയാൾ ഒറ്റയ്ക്ക് മാത്രം നൽകിയിരിക്കുന്നത് 29 ലക്ഷത്തോളം രൂപയാണ്. എല്ലാവരും കൈയടിച്ചുകൊണ്ട് ചുറ്റും നോക്കി. ഇത്രയും പണം നൽകാൻ ശേഷിയുള്ള വിദ്യാർത്ഥി ആരാണെന്നറിയണം എന്നെല്ലാവർക്കും ഉണ്ടായിരുന്നു. മേഘയ്ക്കും രാഹുലിനും ആൾക്കാർ കൈയടിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആരാണ് ആ അജ്ഞാത ധനികനെന്നറിയാൻ അവരും ആകാംക്ഷയോടെ ചുറ്റും നോക്കി. എവിടെ അദ്ദേഹം എവിടെ? അത്രയും വലിയൊരു പണക്കാരന്റെ കൂടെ ഒരു വേദി പങ്കിടുക എന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. ഇത്രയും പണമുള്ള ഒരാളെ പരിചയപ്പെടണമെന്നും പറ്റിയാൽ സ്വന്തമാക്കണമെന്നും മേഘയുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളെ ഇൻവൈറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ രാഹുലിനെ തന്റെ അടുത്ത് നിന്നും മേഘ കുറച്ചു ദൂരം മാറ്റി നിർത്തുകയും തന്റെ സൗന്ദര്യം ഒന്നുകൂടി പരിശോധിച്ചുറപ്പിക്കുകയും ചെയ്തു. ക്ഷമിക്കണം, എനിക്കത് ഇനി നിങ്ങളോട് പറയാതെ തരമില്ല. ഈ സ്റ്റുഡന്റ് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താനോ വെളിച്ചത്ത് വരാനോ ആഗ്രഹിക്കുന്നില്ല. ഇത് കേട്ടതും അവിടെ കൂടിയിരുന്നവരിൽ പലരും പിറുപിറുക്കാൻ തുടങ്ങി. സുഹൃത്തുക്കളെ, എനിക്കത് നിങ്ങളോട് പറയണമെന്ന് തന്നെയാണ്. കാരണം ആ മനുഷ്യന് ഇങ്ങനെ ഒരു ആദരവ് അർഹിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രാവണും താരയും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയിരുന്നു. രൂപ ഇത് ശ്രദ്ധിച്ചു. അവരെ നോക്കി സംസാരിച്ചു. അതാണ് ആ മനുഷ്യൻ, ഇത്രയും രൂപ സംഭാവന ചെയ്ത ആ വലിയ മനസ്സിനുടമ, മിസ്റ്റർ ശ്രാവൺ ദേവ്. അവിടെ കൂടിയിരുന്ന എല്ലാവരും ഞെട്ടലോടെ അവനെ നോക്കി. താര രൂപ എന്താണീ പറയുന്നതെന്ന അർത്ഥത്തിൽ അവളെ നോക്കി. മേഘയും രാഹുലും ഞെട്ടലും സംശയവും നിറഞ്ഞ നോട്ടത്തോടെ ശ്രാവണിനെ നോക്കി. നിങ്ങളെന്താ തമാശ പറയണോ? അവനാകെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന ഒരുത്തനാണ്. രൂപ അത് ശ്രദ്ധിക്കാതെ സംസാരം തുടർന്നു. Ladies and gentlemen, ഈ ശ്രാവൺ ദേവാണ് 29 ലക്ഷത്തോളം രൂപ നമ്മുടെ ക്യാമ്പയിനിലേക്ക് സംഭാവന ചെയ്തത്. ഈ ശ്രാവൺ ഒരു ഡെലിവറി ബോയ് ജോലി നോക്കുന്ന ദരിദ്രവാസിയാണ്. അപ്പോഴും താര ആകെ കൺഫ്യൂഷനിലായിരുന്നു. ശ്രാവൺ, രൂപ എന്താണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴേക്കും മേഘ രൂപയുടെ കയ്യിൽ നിന്നും ഡൊണേറ്റ് ചെയ്തവരുടെ പേരടങ്ങിയ ലിസ്റ്റ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു.